Hello everyone, welcome to Nanan Academy. കേരള PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി 30 GK ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ പ്രവർത്തനം തുടങ്ങിയ കേരളത്തിലെ സാമുദായിക സംഘടന ഏത്? ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ പ്രവർത്തനം തുടങ്ങിയ കേരളത്തിലെ സാമുദായിക സംഘടന ഏത്? ഉത്തരം നായർ സർവീസ് സൊസൈറ്റി. ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ പ്രവർത്തനം തുടങ്ങിയ കേരളത്തിലെ സാമുദായിക സംഘടന നായർ സർവീസ് സൊസൈറ്റി. രണ്ടാമത്തെ ചോദ്യം, പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? ഉത്തരം തോമസ് ഹാർവേ ബാബർ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ. മൂന്നാമത്തെ ചോദ്യം, എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ശാസ്താംകോട്ട തടാകം. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകം. നാലാമത്തെ ചോദ്യം, താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതമായ പാരദ്വീപ് കാണപ്പെടുന്നത് എവിടെ? ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതമായ പാരദ്വീപ് കാണപ്പെടുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ. ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതമായ പാരദ്വീപ് കാണപ്പെടുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ പാരദ്വീപ് കാണപ്പെടുന്നത്. എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ. ആറാമത്തെ ചോദ്യം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ ഏതാണ്? ഉത്തരം ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ ഏതാണ്? ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ. ഇന്ത്യയിൽ മിസൈലുകൾ, അന്തർവാഹിനികൾ എന്നിവ വികസിപ്പിക്കുന്ന ഗവേഷണ സ്ഥാപനം ഏതാണ്? ഇന്ത്യയിലെ മിസൈലുകൾ, അന്തർവാഹിനികൾ എന്നിവ വികസിപ്പിക്കുന്ന ഗവേഷണ സ്ഥാപനം ഏതാണ്? ഉത്തരം DRDO. ഇന്ത്യയിൽ മിസൈലുകൾ, അന്തർവാഹിനികൾ എന്നിവ വികസിപ്പിക്കുന്ന ഗവേഷണ സ്ഥാപനം ഏതാണ്? അത് DRDO ആണ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയിലെ മിസൈലുകൾ, അന്തർവാഹിനികൾ എന്നിവയൊക്കെ വികസിപ്പിച്ചെടുക്കുന്ന ഗവേഷണ സ്ഥാപനം. ഏതാണ്? DRDO. എട്ടാമത്തെ ചോദ്യം, പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്ത. പഞ്ചായത്ത് രാജിന്റെ പിതാവ് ബൽവന്ത് റായ് മേത്ത. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം. ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22. ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 22. പത്താമത്തെ ചോദ്യം, 36 കോട്ടകൾ എന്ന പേരിനർത്ഥമുള്ള സംസ്ഥാനം ഏത്? 36 കോട്ടകൾ എന്ന പേരിനർത്ഥം വരുന്ന ഒരു സംസ്ഥാനമുണ്ട്. ഏത് സംസ്ഥാനമാണത്? ഉത്തരം ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ് എന്ന പേരിനർത്ഥം എന്താണ്? 36 കോട്ടകൾ. 36 കോട്ടകൾ എന്നർത്ഥം വരുന്ന പേരിനർത്ഥമുള്ള സംസ്ഥാനം ഏതാണ്? അത് ഛത്തീസ്ഗഡാണ്. അതിനൊന്നാമത്തെ ചോദ്യം, ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിരകൾ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിരകൾ വിന്ധ്യ പർവ്വത നിരകൾ. ഇന്ത്യയെ
വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിരകൾ ഏതാണ്? വിന്ധ്യ പർവ്വതനിരകൾ. പന്ത്രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് എന്ന്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് എന്ന്? ഉത്തരം 1885 ഡിസംബർ 28. 1885 ഡിസംബർ 28-നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്. പതിമൂന്നാമത്തെ ചോദ്യം, ഏത് രോഗം നിർണ്ണയിക്കാനാണ് എലിസ ടെസ്റ്റ് നടത്തുന്നത്? ഏത് രോഗം നിർണ്ണയിക്കാനാണ് എലിസ ടെസ്റ്റ്? ഉത്തരം എയ്ഡ്സ്. ഏത് രോഗം നിർണ്ണയിക്കാനാണ് എലിസ ടെസ്റ്റ് നടത്തുന്നത്? എയ്ഡ്സ് രോഗം നിർണ്ണയിക്കാനാണ് എലിസ ടെസ്റ്റ് നടത്തുന്നത്. 14ാമത്തെ ചോദ്യം, കാക്കേ കാക്കേ കൂടെവിടെ എന്ന ഗാനം രചിച്ചത് ആരാണ്? കാക്കേ കാക്കേ കൂടെവിടെ എന്ന ഗാനം രചിച്ചത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് കാക്കേ കാക്കേ കൂടെവിടെ എന്ന ഗാനം രചിച്ചത്. 15ാമത്തെ ചോദ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പഞ്ചവത്സര പദ്ധതി 5ാം പഞ്ചവത്സര പദ്ധതി. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 16ാമത്തെ ചോദ്യം, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ. 17ാമത്തെ ചോദ്യം, റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയെ ഏത് രാജ്യവുമായി വേർതിരിക്കുന്നു? റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയെ ഏത് രാജ്യവുമായി വേർതിരിക്കുന്നു? ഉത്തരം പാകിസ്ഥാൻ. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയെ ഏത് രാജ്യവുമായി വേർതിരിക്കുന്നു? പാകിസ്ഥാൻ. 18ാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992. 19ാമത്തെ ചോദ്യം, ഡോക്ടർ പൽപ്പു ആരെയാണ് ചിന്നസ്വാമി എന്ന് വിളിച്ചിരുന്നത്? ഡോക്ടർ പൽപ്പു ആരെയാണ് ചിന്നസ്വാമി എന്ന് വിളിച്ചിരുന്നത്? കുമാരനാശാൻ. ഡോക്ടർ പൽപ്പു ആരെയാണ് ചിന്നസ്വാമി എന്ന് വിളിച്ചിരുന്നത്? കുമാരനാശാൻ. 20ാമത്തെ ചോദ്യം, ജാതികുമ്മി എഴുതിയത് ആര്? ജാതികുമ്മി എഴുതിയത് പണ്ഡിറ്റ് കറുപ്പൻ. ജാതികുമ്മി എഴുതിയത് പണ്ഡിറ്റ് കറുപ്പൻ. 21ാമത്തെ ചോദ്യം, ഗോയിറ്റർ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? ഗോയിറ്റർ രോഗം ബാധിക്കുന്ന അവയവം തൈറോയ്ഡ് ഗ്രന്ഥി. ഗോയിറ്റർ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥി. ഗോയിറ്റർ രോഗം ബാധിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. 22ാമത്തെ ചോദ്യം, മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ലോഹം. മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം സോഡിയം. മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ലോഹം ഏതാണ്? സോഡിയം. 23ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. 24ാമത്തെ ചോദ്യം, വാൽവാരം വീട് ആരുടെ വസതിയായിരുന്നു? വാൽവാരം വീട് ആരുടെ വസതിയായിരുന്നു? ഉത്തരം ശ്രീനാരായണ ഗുരു. വാൽവാരം വീട് ആരുടെ വസതിയായിരുന്നു? ശ്രീനാരായണ ഗുരു. 25ാമത്തെ ചോദ്യം, ചോർച്ച സിദ്ധാന്തം ആരുടേതാണ്? ചോർച്ച സിദ്ധാന്തം ആരുടേതാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തം ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണ് ചോർച്ച സിദ്ധാന്തം അഥവാ ട്രെയിൻ വെൽ തിയറി. 26ാമത്തെ ചോദ്യം, 2025 പത്മവിഭൂഷൺ നേടിയ മലയാളി? 2025 പത്മവിഭൂഷൺ നേടിയത് MT വാസുദേവൻ നായരാണ്. 2025
പത്മവിഭൂഷൺ നേടിയ മലയാളി ആരാണ്? MT വാസുദേവൻ നായർ. 27ാമത്തെ ചോദ്യം ISRO ചെയർമാനായി 2025 ജനുവരിയിൽ അധികാരമേറ്റത്? ISRO ചെയർമാനായി 2025 ജനുവരിയിൽ അധികാരമേറ്റത് ഡോക്ടർ വി നാരായണൻ. ISRO ചെയർമാനായി 2025 ജനുവരിയിൽ അധികാരമേറ്റത് ഡോക്ടർ വി നാരായണൻ. 28ാമത്തെ ചോദ്യം 38ാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം? 38ാമത് ദേശീയ ഗെയിംസിന് വേദിയായിരുന്നത് ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസിന് വേദിയായിരുന്നത് ഉത്തരാഖണ്ഡ്. 29ാമത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ബംഗാൾ. 30ാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആര്? ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരാണ്? അരുണ ആസഫ് അലി.